Welcome back to my channel. In the last class, we discussed about various types of cost: average cost, fixed cost, marginal cost, average fixed cost, etc., and the relationship between various cost curves. Today, we will study some multiple choice questions related to that. Okay, first one. What is the total cost of production? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടി സി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ടോട്ടൽ കോസ്റ്റ്. പ്രൊഡക്ഷനിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സം ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. ചോയ്സ് സം ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന്റെയും വേരിയബിൾ കോസ്റ്റിന്റെയും സം ആണ്. നെക്സ്റ്റ് ചോയ്സ് ദി കോസ്റ്റ് ഓഫ് ലേബർ. ഓൺലി ലേബറിന്റെ കോസ്റ്റ് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ചോയ്സ് നമ്പർ 3 കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഓൺലി. റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഡി ദി പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. വിച്ച് ഈസ് ദി ആൻസർ? സം ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിന്റെയും വേരിയബിൾ കോസ്റ്റിന്റെയും സം ആണ്. ഐ ഹാവ് ടോൾഡ് മെനി ടൈംസ് ഇൻ ദി ക്ലാസ് ടി സി ഈസ് ഈക്വൽ ടു VC plus FC. The next one, which of the following is fixed cost? താഴെ തന്നിരിക്കുന്നതിൽ ഫിക്സഡ് കോസ്റ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ്? റെന്റ് ഓഫ് ദി ഫാക്ടറി. ഫാക്ടറിയുടെ റെന്റ് ആണ്. വേജസ് ഓഫ് അവർലി വർക്കേഴ്സ്. അവർലി വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് ആണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന് കൊടുക്കുന്ന കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പോൾ റെന്റ് ഓഫ് ദി ഫാക്ടറിയാണ് ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. ദെൻ ദി റിമൈനിങ് ആർ വേരിയബിൾ കോസ്റ്റ്. വേജസ് ഓഫ് അവർലി വർക്കേഴ്സ് വേരിയബിൾ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് വേരിയബിൾ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വേരിയബിൾ കോസ്റ്റ്. അപ്പം ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ് എന്ത്? റെന്റ് ഓഫ് ദി ഫാക്ടറി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇൻഷുറൻസ് എമൗണ്ട്, റെന്റ് ഓഫ് ദി ഫാക്ടറി, അതൊക്കെ ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിളാണ്. ബാക്കിയെല്ലാം വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിളാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ഷോർട്ട് റൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സത്യമായ പ്രസ്താവന ഏത്? അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് ഫിക്സ്ഡ്. ഒരു ഇൻപുട്ട് എങ്കിലും ഫിക്സ്ഡ് ആയിരിക്കണം. ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്സും വേരിയബിൾ ആയിരിക്കണം. നോ ഇൻപുട്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു ഇൻപുട്സും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്ത് അഫക്റ്റിംഗ് കോസ്റ്റ്. കോസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച്ഡ്. ഔട്ട്പുട്ടിന് ചേഞ്ച് ഉണ്ടാവുന്നു. സോ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഇൻ ഷോർട്ട് റൺ which of the following is true about production? At least one input is fixed. ഒരു ഇൻപുട്സ് എങ്കിലും ഫിക്സ്ഡ് ആയിരിക്കണം. ഇതിൽ ലോങ് റണ്ണിലേക്ക് മാറുമ്പോഴോ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. അതാണ് ലോങ് റണ്ണിന്റെ പ്രത്യേകത. ഇത് ഫസ്റ്റ് വൺ ആണ് ഇവിടുത്തെ ആൻസർ, ഷോർട്ട് റൺ ആയതുകൊണ്ട്. ലോങ് റണ്ണിൽ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് all these for multiple choice. Next question, what does the law of diminishing returns എന്താണ് law of diminishing returns കൊണ്ട് അർത്ഥമാക്കുന്നത്? ചോയ്സ് 1, ആഡിങ് മോർ വേരിയബിൾ ഇൻപുട്സ് ടു എ ഫിക്സ്ഡ് ഇൻപുട്ട്. ആഡിങ് മോർ വേരിയബിൾ ഇൻപുട്സ്, വേരിയബിൾ ആയിട്ടുള്ള ഇൻപുട്സ് കൂട്ടിച്ചേർക്കുന്നു ടു എ ഫിക്സ്ഡ് ഇൻപുട്ട്, ഫിക്സ്ഡ് ഇൻപുട്ടിനോട് കൂട്ടിച്ചേർക്കുന്നു. വിൽ ഇവൻച്വലി റിസൾട്ട് ഇൻ ഡിക്രീസിങ് മാർജിനൽ ഔട്ട്പുട്ട്. അതിൻ്റെ ഫലം എന്തായിരിക്കും? ക്രമേണ മാർജിനൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ഡിമിനിഷ് ചെയ്യുന്നു, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ ഔട്ട്പുട്ട്, നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചു. അവിടെ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ഇവിടെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ചോയ്സ്, ആഡിങ് മോർ വേരിയബിൾ ഇൻപുട്സ് ടു എ ഫിക്സ്ഡ് ഇൻപുട്ട്
will eventually result in decreasing marginal output. Eventually means gradually. First choice. Second one, increasing all inputs. എല്ലാ ഇൻപുട്സും ഇൻക്രീസ് ചെയ്യുന്നു. ബൈ ദി സെയിം പെർസെൻറ്റേജ് വിൽ ഇൻക്രീസ് ഔട്ട്പുട്ട് ബൈ ദാറ്റ് പെർസെൻറ്റേജ്. ഇപ്പം രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസിങ് ആൾ ഇൻപുട്സിന്റെ പെർസെൻറ്റേജും ഔട്ട്പുട്ടിന്റെ പെർസെൻറ്റേജും സെയിം ലെവലിൽ ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ചോയ്സ്. 3, ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ് ആസ് ഇൻപുട്ട് ഇൻക്രീസസ്. ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു ആസ് ഇൻപുട്ട് ഇൻക്രീസസ്. ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ദ ലാസ്റ്റ് വൺ, ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബിക്കംസ് ലീനിയർ ആസ് മോർ ഇൻപുട്സ് ആർ ആഡഡ്. കൂടുതൽ ഇൻപുട്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലീനിയർ ആയി മാറുന്നു. ഇതിലേതാണ് ആൻസർ? വാട്ട് ഡസ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്? ആഡിങ് more of variable inputs to fixed input will eventually result in decreasing marginal output. That is the answer. Okay. The next question. Which of the following is an example of economies of scale? We have economies of scale, diseconomies of scale. അതിനെ നമ്മൾ ഇക്കോണമീസ് ഓഫ് സ്കെയിലിനെ ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയും. ഡിസ്ഇക്കോണമീസിനെ ഡിക്രീസിങ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ. ഇങ്ങനെ ഇക്കോണമി സ്കെയിലിനെ ഇക്കോണമീസിലെ അതിനെ നമുക്ക് ഈ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഈ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇതിനെ നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം. മറ്റൊരു പേര്, it is otherwise known as economies of scale, is otherwise known as increasing returns to scale. In increase in average cost, production increases. In increasing in average cost, production increases. ഒന്നാമത്തെ ചോയ്സ് എന്താണ്? ഇൻക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഫസ്റ്റ് ചോയ്സ്. A decrease in average cost as production increases. അപ്പോൾ രണ്ടാമത്തെ ചോയ്സ് എന്താണ്? A decrease in average cost as production increases. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആദ്യത്തേതോ ഇൻക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ. അടുത്ത ചോയ്സോ? എ കോൺസ്റ്റന്റ് ആവറേജ് കോസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് പ്രൊഡക്ഷൻ ലെവൽ. പ്രൊഡക്ഷൻ ലെവലിനെ ബാധിക്കാത്ത രീതിയിൽ കോൺസ്റ്റന്റ് ആവുന്നു ആസ് റിഗാർഡ്ലെസ് ഓഫ് പ്രൊഡക്ഷൻ ലെവൽ. ലാസ്റ്റ് ചോയ്സ്, ആൻ ഇൻക്രീസ് ഇൻ മാർജിനൽ കോസ്റ്റ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ചോയ്സ്, എ ഡിക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ് ആസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. പെർ യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു നേട്ടം അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഫേം വർക്ക് ചെയ്യുള്ളൂ. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ മീൻസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ബട്ട് ആവറേജ് കോസ്റ്റ് ഡിക്രീസസ്. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആസ് ആവറേജ് കോസ്റ്റ് ഡിക്രീസസ്, അതാണ് ബെനിഫിറ്റ് ടു ദി പ്രൊഡ്യൂസർ. അതിനെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആവറേജ് കോസ്റ്റ് ആൾസോ ഇൻക്രീസസ്. ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനെ ഡിസോ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. ദെൻ തേർഡ് വൺ, കോൺസ്റ്റന്റ് റിട്ടേൺസ്. എന്താണ്? വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് there will not be any change in average cost. ആവറേജ് കോസ്റ്റിൽ ഒരു ചേഞ്ചും ഇല്ലാത്ത ഒരവസ്ഥ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു പക്ഷേ ആവറേജ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയും? കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ന് പറയും. സോ വി ഹാവ് സ്റ്റഡീഡ് 3 types of returns: increasing returns or economies of scale, decreasing returns or diminishing returns or diseconomies of scale, and constant returns. അതാണ് ഇവിടെ നമ്മൾ. അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് കോൺസ്റ്റന്റ് റിട്ടേൺസ്, increasing returns, diminishing returns and constant returns.
അപ്പോൾ ആവറേജ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഇത്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് കുറഞ്ഞാൽ അതിനെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ആവറേജ് കോസ്റ്റ് കുറയുകയും ചെയ്താൽ അതിനെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആവറേജ് കോസ്റ്റ് കുറഞ്ഞാൽ അതിനെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആവറേജ് കോസ്റ്റും കൂടിയാൽ അതിനെ ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. there will be no change at all in average cost when production increases. That is called constant returns. Next, which of the following best describes the long run average cost? Which of the following best describes the long run average cost? Long run average കോസ്റ്റുമായി ബന്ധപ്പെട്ടതിൽ ഇതിൽ ഏതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്? It is always upward sloping, downward sloping, it is U-shaped, it is V-shaped. So which of the following best describes the long run average cost? Long run average കോസ്റ്റുമായി ബന്ധപ്പെട്ട ചോയ്സ് ഇറ്റ് ഈസ് ഓൾവേസ് അപ്വേർഡ് സ്ലോപ്പിംഗ്. അതെല്ലായ്പ്പോഴും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇറ്റ് ഈസ് ആൾവേസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് ഇറ്റ് ഈസ് യു ഷേപ്ഡ്, ഇറ്റ് ഈസ് വി ഷേപ്ഡ്. ആൻസർ ഇറ്റ് ഈസ് യു ഷേപ്ഡ്. അതാണ് ആൻസർ. ഇറ്റ് ഈസ് യു ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇനിഷ്യൽ സ്റ്റേജിൽ മുകളിൽ നിന്ന് താഴേക്ക് വന്നു പ്രൊഡക്ഷൻ, അതിൻ്റെ തുടങ്ങിക്കഴിഞ്ഞ് അവിടുന്ന് വന്നിട്ട് താഴേക്ക് വന്നു, പിന്നെ ഒരു കോൺസ്റ്റന്റ് സ്റ്റേജിലെത്തി വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. യു ഷേപ്പ്. ദെൻ വെൻ ഡസ് എ ഫോം എക്സ്പീരിയൻസ് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ? ഡിസ്ഇക്കോണമീസ് സ്കെയിൽ എപ്പോഴാണ് ഒരു ഫോം അഭിമുഖീകരിക്കുന്നത്? വെൻ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ റെഡ്യൂസസ് ആവറേജ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെഡ്യൂസസ് ആവറേജ് കോസ്റ്റ് കുറയുന്നതാണോ? വെൻ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആവറേജ് കോസ്റ്റ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആവറേജ് കോസ്റ്റ് കുറയുന്നു. വെൻ പ്രൊഡക്ഷൻ ഈസ് അറ്റ് ഇറ്റ്സ് മിനിമം ഓഫ് എഫിഷ്യൻറ്റ് സ്കെയിൽ. എഫിഷ്യൻറ്റ് സ്കെയിലിൽ പ്രൊഡക്ഷൻ മിനിമം ഓഫ് എഫിഷ്യൻറ്റ് സ്കെയിൽ മിനിമം ആകുന്നു. വെൻ പ്രൊഡക്ഷൻ ഈസ് മാക്സിമൈസ്ഡ്. പ്രൊഡക്ഷൻ എപ്പോഴാണോ മാക്സിമം എത്തുന്നത് അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആകുന്നു. അപ്പോൾ ഇവിടെ when does a firm experience diseconomies ആണ് ഇവിടെ ചോദിച്ചത്. ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഡിസ്ഇക്കോണമീസ് സ്കെയിൽ ഓർ ഡിമിനിഷിംഗ് റിട്ടേൺസ്. അപ്പോൾ ഇവിടെ ഡിമിനിഷിംഗ് റിട്ടേൺസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വെൻ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ റെഡ്യൂസസ് ആവറേജ് കോസ്റ്റ്. ഇവിടെ വെൻ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ഇൻക്രീസിംഗ് ആവറേജ് കോസ്റ്റ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും? ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആയിരിക്കും. അപ്പോൾ ബി ആണ് ആൻസർ. ബി ആണ് ആൻസർ. വെൻ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആവറേജ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സങ്ക് കോസ്റ്റ്? സങ്ക് കോസ്റ്റിന് എക്സാമ്പിൾ ഏതാണ്? ഫ്യൂച്ചർ കോസ്റ്റ് ദാറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. ഫ്യൂച്ചർ കോസ്റ്റ് ദാറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. അതിനെ പെർസ്പെക്റ്റീവ് കോസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഭാവിയിൽ നമ്മളെ ഒരു ഇൻട്രോസ്പെക്ഷനാണ്, അത് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി റിക്കവേർഡ് വൺസ് ദേ ഹാവ് ബീൻ ഇൻകേർഡ്. ഒരിക്കൽ കോസ്റ്റ് ഇൻകർ ആയാൽ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് എന്ത് പറയുക? സങ്ക് കോസ്റ്റ് എന്ന് പറയുക. സങ്ക്. അപ്പം അതിൽ നിന്ന് തന്നെ ആ വേർഡിൽ നിന്ന് ഫ്രം ദി വേർഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ആൾറെഡി സങ്ക്. Cost that cannot be recovered once they have been incurred. Cost that vary with output. Vary with outputനെ ആനുപാതികമായിട്ട് വേരി ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്നല്ല പറയുന്നത്. കോസ്റ്റ് ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ഔട്ട്പുട്ട്, അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്നല്ല പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആണോ വേരിയബിൾ കോസ്റ്റ് ആണോ ഇവിടെ ചോദിച്ചേക്കുന്ന? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അതിൻ്റെ ഡെഫിനേഷൻസ് അവിടെ പറയുന്നത്. പിന്നെ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുമല്ല. കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി റിക്കവേർഡ് വൺസ് ദേ ഹാവ് ബീൻ ഇൻകേർഡ്. ഒരിക്കൽ നമ്മൾ അത് സങ്കാണ്. സങ്ക് മുങ്ങിപ്പോയി. കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി റിക്കവേർഡ് വൺസ് ദേ ഹാവ് ബീൻ ഇൻക്രീസ്ഡ്. ദാറ്റ് ഈസ് ദി ആൻസർ. ബി ആണ് ആൻസർ. ഇത് എന്താണ്?
അടുത്തത് കോസ്റ്റ് ദാറ്റ് വേരി വിത്ത് ദി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ കോസ്റ്റ്. കോസ്റ്റ് ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ. ടെൻത്, ഇൻ വിച്ച് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ? എല്ലാ ഇൻപുട്സും വേരിയബിൾ ആകുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രോസസ് ഏതാണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ? കോൺസ്റ്റന്റ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ ആണോ? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ? നമുക്കറിയാമല്ലോ, ലോങ് റണ്ണിലാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻ വിച്ച് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്സിനും വേരിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വേരിയേഷൻ ഉണ്ടാക്കാവുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് റൺ തന്നെയാണ്. ഇപ്പോൾ ലോങ് റൺ ആണ് ആൻസർ. ഷോർട്ട് റൺ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ചേഞ്ചസ് ഓർ വേരി. ആ സിറ്റുവേഷൻ ആണ് ഷോർട്ട് റൺ. ലോങ് റൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ വിച്ച് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്സും വേരിയബിളായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രോസസ്സാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. So, we have discussed today 10 multiple choice questions related to cost. I hope that you understood today's class. Please subscribe, share and support me. Thank you.